എന്റെ കൂട്ടുകാരിലൊരാളായ, ഇത് പറയുന്ന ചിലപ്പോ കള്ളമായിട്ട് തോന്നും, പക്ഷെ ഇത് വളരെ സത്യമാണ്. കൂട്ടുകാരൻ ഒരാൾ എന്നോട് ചോദിച്ചു, അവൻ സംഘാടകരിലൊരാളാണ്, അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ മെസ്സിനെ കാണാൻ വേണ്ടി ഒന്ന് വന്നിട്ടും എനിക്കൊരു അവസരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, കാരണം ഈ കൊട്ടാരക്കര 15-ാം തീയതി ദിവനിക്കലിന്റെ ഉദ്ഘാടനം ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു മെസ്സിയേക്കാൾ വലുതാണോ നിനക്ക് ഈ പറയുന്ന ആളെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആണ്, കാരണം ഞാൻ ഈ വേദി പങ്കിടുന്ന മലയാള സിനിമയിലെ ഗോട്ട്. കാരണം നവ്യ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പഴയ കുറച്ച് ഇന്റർവ്യൂകൾ, അച്ഛന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ചെറിയ ശ്രീനിയും വലിയ ലോകവും എന്ന് പറഞ്ഞിട്ട് കൈരളി ടിവിക്ക് വേണ്ടി അച്ഛൻ ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂയിലൂടെയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇന്റർവ്യൂ കരിയർ ആരംഭിക്കുന്നത് തന്നെ അതിലൂടെയാണ്. ആ ഇന്റർവ്യൂവിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, അന്ന് ഒരുപാട് കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കൊതിച്ച ഒരാളാണ് നവ്യ നായർ. അന്നത്തെ കാലം നമുക്ക് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, നവ്യ നായർ, കാവ്യ മാധവൻ അല്ലെങ്കിൽ മീര ജാസ്മിൻ. ഇവരെ 3 പേരിൽ ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ അത് നടന്നില്ല. എന്തായാലും ഈ വേദി മെസ്സിയെക്കാളും അല്ലെങ്കിൽ എനിക്ക് ആരെക്കാളും വലുത് നവ്യയാണ്. അതും കൊട്ടാരക്കട മണ്ണിൽ വെച്ച്